ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവനിട്രിക്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ആയിരുന്നു പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണ്. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 6 ഇഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതും ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ലൈൻ കൊടുത്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം സൂചിയിലേക്ക് 6 ഇഴ നൂല് ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം ഒരു നിശ്ചിത അകലം വിട്ടിട്ട് സൂചിനെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് അടിയിലേക്ക് കുത്തുന്നുണ്ട്. അവിടെ നിന്നും സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് ഇറക്കാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ കൂടി തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ചെയ്യുന്നത്. അങ്ങനെ സൂചി മുകളിലേക്ക് എടുക്കുമ്പോഴും സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കരുത്. ഫസ്റ്റ് താഴത്തേക്ക് കുത്തിയിട്ടുള്ള ഈ ഒരു ഹോളിലെ ആ ഒരു ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ സൂചിയുടെ ഈ ഒരു ഈ കാണുന്ന രീതിയിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു സൂചിനെ ഇങ്ങോട്ടേക്കൊന്ന് കുത്തിയെടുക്കാനായിട്ട്. അതങ്ങനെ ഒന്ന് വെച്ച ശേഷം നമ്മളിതാ ഈ ഒരു സൂചിയിലേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ ഒന്ന് പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ത്രെഡിനെ ഈ സൂചിയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ ആ ഒരു ചുറ്റുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു എണ്ണമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചുറ്റികൾ എടുക്കാവുന്നതാണ്. നമ്മൾ എത്ര അകലത്തിലേക്കാണോ ഈ ഒരു ഭാഗത്തേക്ക് കുത്തിയെടുത്തിട്ടുള്ളത് അത്രയും ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ പാകത്തിന് മാത്രം ചുറ്റികൾ ഇട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റികൾ ഇടുന്ന സമയത്തും ഒരുപാട് മുറുക്കി വലിച്ച് ചുറ്റികൾ ഇടരുത്. അതുപോലെ തന്നെ ഒരുപാട് ലോസ് ആക്കിയിട്ടും ചുറ്റികൾ ഇടരുത്. ഒരു പാകത്തിന് മാത്രം ചുറ്റികൾ ഇട്ടെടുക്കുക. അതിനുശേഷം ആ ഒരു ചുറ്റിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഒരു ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പുകൾ അഴിഞ്ഞു പോകാണ്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് സൂചിനെ മുകളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ സൂചി മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രഞ്ച് നോട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൂചിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് എടുക്കാനായിട്ട്. അപ്പോഴാണ് അത് കൂടുതൽ ഈസിയിൽ മുകളിലേക്ക് വരുന്നുണ്ടാവുക. ഈ ഒരു ത്രെഡ് മുഴുവനായിട്ടും മുകളിലേക്ക് എടുക്കുന്നത് വരെയും നമുക്ക് ആ ഒരു ചുറ്റിയിട്ടുള്ള ആ ഒരു ലൂപ്പുകളിലേക്ക് ഈ ഒരു കൈ എടുക്കാണ്ട് വേണം പിടിക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതാ ഇവിടുന്ന് കൈ എടുക്കാവുന്നതാണ്. അങ്ങനെ കൈ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് ലൂസായിട്ടാണ് ആ ഒരു ത്രെഡുകൾ ചുറ്റിയത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മുറുക്കി വലിക്കുന്നുണ്ട്. ഇനി ആ ഒരു പോയിന്റിൽ കൂടി തന്നെ നമ്മൾ ഈ ഒരു സൂചിനെ ഒന്ന് അടിയിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് തീരെയും ചെറുതായിട്ടാണ് ഈ ഒരു ബുള്ളിയൻ നോട്ട് ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബുള്ളിയൻ നോട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഫ്രഞ്ച് നോട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അടിയിലേക്ക് കെട്ടിട്ട് നിർത്തുവോ ത്രെഡ് കട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരു നിശ്ചിത അകലം വിട്ടിട്ട് വീണ്ടും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ നമ്മുടെ ഒരു ബുള്ളിയൻ നോട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ സൂചി അടിയിലേക്കും അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൂചിയുടെ ഈ ഒരു മുഴുവനായിട്ടും അടുത്ത വശത്തേക്ക് പോവാണ്ട് ഈ ഒരു ഹാഫ് പോർഷനിൽ ഇങ്ങനെ ഒന്ന് നിർത്തിയിട്ട് വേണം സൂചിയിലേക്ക് പിടിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു സൂചിയുടെ അടിയിലേക്ക് നമ്മുടെ ഒരു ഫിംഗർ വെച്ചിട്ട് ഈ ഒരു ത്രെഡിന്റെ ഈ സൈഡിലുള്ള ത്രെഡ് വേണം നമ്മുടെ സൂചിയിലേക്ക് ചുറ്റി കൊടുക്കാനായിട്ട്. പുറകിലേക്കുള്ള ത്രെഡ് അല്ല. നമ്മൾ എത്ര ഗ്യാപ്പിലാണോ ഈ ഒരു സൂചി മുകളിലേക്ക് എടുത്തിട്ടുള്ളത് ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യുന്ന പാകത്തിന് നമുക്ക് ഇതിലേക്ക് ചുറ്റികൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ചുറ്റിയ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് സൂചിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് വലിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ലൂപ്പുകൾ ഇടുന്ന സമയത്ത് ഒരുപാട് മുറുക്കാണ്ട് നമുക്ക് ഈ ഒരു സൂചി പുറത്തേക്ക് വലിച്ചെടുക്കുന്നതിനുള്ള ആ ഒരു ലൂസ് കൊടുത്തുകൊണ്ട് ചുറ്റികൾ ഇടുക. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. ചെയ്ത് വരുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരല്പം ലൂസായി പോയെന്ന് കണ്ടാൽ നമുക്കിത് ഇവിടെ വെച്ച് തന്നെ കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ടത്തേക്ക് വലിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ കൂടി തന്നെ സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും നമ്മുടെ ബുള്ളിയൻ നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൂചി ഇങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് ഇറങ്ങി പോവാണ്ടിരിക്കാൻ മാത്രം ശ്രമിക്കുക. ഒരല്പം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിർത്തിയിട്ട് വേണം നമ്മൾ ആ ഒരു സൂചിയിലേക്ക് ചുറ്റികളിട്ട് കൊടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്. 6 ഇഴ നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഉറപ്പിലും സേഫ്റ്റിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്.
ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഒരു ചുറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസ് ആക്കാണ്ടും അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആക്കാണ്ടും വേണം ഈ ഒരു ചുറ്റുകൾ സൂചിയിലേക്ക് ഇട്ടെടുക്കാനായിട്ട്. ആ ഒരു ചുറ്റിന് കൃത്യമായിട്ടുള്ള ഒരു എണ്ണമില്ല. നമുക്ക് എത്ര അളവിലാണോ നമുക്കിത് ചെയ്തെടുക്കേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ചുറ്റുകൾ ഇട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബുള്ളിയൻ നോട്ടിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നോട്ട്സുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ബോർഡിലേക്ക് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് ബോർഡിൻ്റെ നല്ല വശത്തേക്ക് ഇത് ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത്. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിമ്പിൾ നോട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങളൊരു നോട്ടിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കുക. അതിനുശേഷം ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു മോട്ടിഫിലേക്ക് ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ റോസസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 സർക്കിൾസ് മാത്രമാണ് വരച്ചെടുത്തിരിക്കുന്നത്. പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ബുള്ളിയൻ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് സൂചിയിലേക്ക് 6 ഇഴ നൂലൊന്ന് കോർത്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഒരു സെൻറ്ററിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ടാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെയിം മെത്തേഡിൽ ഒരു ഫ്രഞ്ച് നോട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തേക്കൊന്ന് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ 2 സൈഡിലേക്കായിട്ട് 2 ബുള്ളിയൻ നോട്ടാണ് ഒന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രയും ഒരു ലെങ്തിലാണ് ഞാൻ പുറകിലേക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സൂചിയുടെ ഈ റൈൻ്റെ ഭാഗം വരെയും നമ്മളിങ്ങനെ ഒന്ന് കടത്തിയെടുക്കുന്നുണ്ട്. ആ ഒരു സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് എടുക്കുന്നില്ല. അതിനുശേഷം സൂചിയുടെ അടിയിലേക്ക് നമ്മുടെ ഈ ഒരു ഫിംഗർ ഒന്ന് വെച്ചിട്ട് ഈ എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ സൂചി കുത്തിയെടുത്തിട്ടുള്ളത് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പാകത്തിന് ചുറ്റുകളിട്ടെടുക്കുകയാണ്. അതിനുശേഷം സൂചിനെ മുകളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ആ ഒരു പോയിന്റിൽ കൂടി തന്നെ നമ്മൾ സൂചിനെ അടിയിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അടിയിലേക്ക് ഇറക്കിയ ശേഷം അത്യാവശ്യം ടൈറ്റ് ചെയ്ത് തന്നെ ഈ ഒരു ത്രെഡിനെ ഒന്ന് വലിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തത് വീണ്ടും ഈ ഒരു സൈഡിൽ നിന്നും സെയിം മെത്തേഡിൽ വീണ്ടും ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമ്മൾ വീണ്ടും ബുള്ളിയൻ നോട്ട്സ് ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമുക്ക് എണ്ണമില്ല, എത്ര എണ്ണത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ എത്ര ലെങ്തിലാണോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇതിന് ചുറ്റുമുള്ള ആ ഒരു പെറ്റൽസിൻ്റെ ആ ഒരു ലെങ്ത് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരല്പം ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മളത് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ആ ഒരു പെറ്റൽ നമുക്ക് കൊണ്ടുവന്നിട്ട് എൻഡ് ചെയ്യാൻ പറ്റൂ. നമുക്ക് ചെയ്ത് വരുമ്പോൾ നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്നും ആ ഒരു സെയിം പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും ബുള്ളിയൻ നോട്ട്സ് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ഓരോ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു ബുള്ളിയൻ നോട്ടിൻ്റെ ഏകദേശം ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ഫ്ലവർ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഈ ഒരു ലെയർ മുഴുവനായിട്ടും ഈ ഒരു ബുള്ളിയൻ നോട്ട്സുകൾ ഒന്ന് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റിലത്തെ ആ ഒരു ബുള്ളിയൻ നോട്ട് ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരല്പം ഗ്യാപ്പ് വിട്ടിട്ടായിരുന്നു ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് വിട്ട ഭാഗത്തേക്ക് ഇവിടെ നിന്ന് വേണം നമ്മൾ സൂചി അടിയിലേക്ക് ഇറക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിത് നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങോടും കൂടി ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ളിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിലത്തെ ആ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റിച്ചിൽ നിന്നും ഒരല്പം മാറിയിട്ട് മുകളിലേക്കായിട്ട് സൂചി കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ സൂചി മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ള ആ ഒരു ലൂപ്പുകൾ ഒരല്പം ഒന്ന് ലൂസാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ലോക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ലോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചെറിയ രീതിയിലൊന്ന് ലൂസാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സൂചി സ്മൂത്തായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ നമ്മൾ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചുകൾ ഇട്ടിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന് പുറത്തേക്ക് ഒരു ലെയറും കൂടി നമ്മൾ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു അല്പം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ബുള്ളിയൻ നോട്ടിൽ നിന്നും ഒരല്പം മാറിയിട്ട് വേണം സൂചി മുകളിലേക്ക് എടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മളത് എൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ ഈ ഒരു ലെയറും മുഴുവനായിട്ടും ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചുകൾ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആ ഒരു ബുള്ളിയൻ നോട്ടിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്ത് നിന്നും അടുത്ത പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മൾ സൂചി പുറത്തേക്ക് എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ആ ഒരു ലൂപ്പുകളിലേക്ക് ലൂസ് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സൂചി മുഴുവനായിട്ടും പുറത്തേക്ക് എടുത്തിട്ട് നമ്മളത് സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ലൂപ്പുകൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സൂചി അടിയിലേക്ക് ഇറക്കാനായിട്ട്. അങ്ങനെ ടൈറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈറ്റ് ചെയ്യാണ്ട് നമ്മൾ സൂചി അടിയിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല വീതിയുള്ള രീതിയിലായിരിക്കും ആ ഒരു ബുള്ളിയൻ നോട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല മുറുകിയിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ സൂചി അടിയിലേക്ക് വലിക്കുന്ന സമയത്ത് മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ സൂചി അടിയിലേക്ക് വലിക്കുക. അപ്പോഴാണ് അത് നല്ല രീതിയിൽ അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റിലത്തെ ആ ഒരു ബുള്ളിയൻ നോട്ട് ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരല്പം ഗ്യാപ്പ് വിട്ടിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മളതാ ഈ ഒരു സൂചിനെ ഒന്ന് കുത്തുകയാണ്, അടിയിലേക്ക് കുത്തുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ബുള്ളിയൻ നോട്ട് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും ബുള്ളിയൻ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു ലെയറിൽ നിന്നും ഒരല്പം വിട്ടിട്ട് വേണം നമ്മൾ അടുത്ത ബുള്ളിയൻ നോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്കത് ആ ഒരു ലെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഗ്യാപ്പുകൾ വരാണ്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബുള്ളിയൻ റോസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഇത്ര മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ലെയറും കൂടി ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിന് എത്ര വലുപ്പത്തിൽ വേണം ബുള്ളിയൻ റോസ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് പുറത്തേക്കുള്ള ലെയറുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനിതാ നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ബുള്ളിയൻ റോസ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 സർക്കിൾസ് വരച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മോട്ടീഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം സർക്കിൾസ് വരയ്ക്കാണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വരച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വരയ്ക്കുന്ന സർക്കിൾസ് ഒരല്പം കൂടുതലാണെങ്കിൽ ഒരല്പം വലുതായി പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ആ ഒരു ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സർക്കിൾസ് വരയ്ക്കാണ്ട് ചെയ്ത് പോവുകയാണെങ്കിൽ എത്ര ലെയർ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ നീറ്റായിട്ട് കിട്ടുന്നു അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം സർക്കിൾസ് വരയ്ക്കാണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇത് വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഫ്ലവർ നമ്മളൊന്ന് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു സെയിം മെത്തേഡിൽ അടുത്ത 2 ഫ്ലവേഴ്സും കൂടി നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണ്. അതാ നമ്മൾ ഈ ഒരു 3 ബുള്ളിയൻ റോസസും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചധികം വലുതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് തന്നെ ലീഫ് പോലെയും കൂടി ഒന്ന് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് 3 സ്റ്റിച്ചുകൾ ഇതാ ഈ ഒരു രീതിയിൽ ഒരു ലെങ്തിൽ വേരിയേഷൻ വരുത്തിയിട്ട് 3 സ്റ്റിച്ചുകൾ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല. നമ്മുടെ മോട്ടിഫിൻ്റെ നല്ല വശത്തേക്ക് നമ്മളിതാ ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പുറകുവശത്തേക്ക് എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു മോട്ടിഫിനെ
ഈ ഒരു റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത്. മാറ്റിയ ശേഷം നമ്മുടെ മോട്ടീഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിത് അയൺ ചെയ്തെടുക്കുന്നത് നമ്മുടെ മോട്ടീഫിലേക്ക് ചുളിവുകൾ വരുന്നത് കൊണ്ടല്ല, നമ്മൾ റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു അടയാളം ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അയൺ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ഒരു മോട്ടീഫിൻ്റെ 4 സൈഡും 1/2 ഇഞ്ച് വീതം തേൽത്തുമ്പ് എടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രസ്സിലേക്കാണെങ്കിലും ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റിച്ചുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ ബുള്ളിയൻ റോസസ് മാത്രമല്ല, ഒരുപാട് സ്റ്റിച്ചുകൾ ഈ ഒരു ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് നമുക്ക് ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു വർക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ചെറിയ സർക്കിൾസ് ആണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ സർക്കിൾസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്ന് കരുതിയിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ചെയ്ത് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാരണം ചെറിയ സർക്കിൾസ് ആണെങ്കിൽ പോലും ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ഇത്രയും ഒരു ഫ്ലവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മുടെ ഈ ഒരു ലീവ്സും ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് പോയിന്റഡ് ആയിട്ടുള്ള ആ ലീഫ് പോലെയുള്ള ഭാഗങ്ങളൊക്കെയും വരുന്ന സമയത്ത് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഗ്യാപ്പുകൾ കൊടുത്തിട്ടാണ് ഈ ഒരു ലീഫ് ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്യാപ്പുകൾ കൊടുക്കാണ്ട് നല്ല അടുക്കത്തിൽ നമ്മൾ ഈ ഒരു ലീഫ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു ലീഫും ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ച് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ വലിയ പിക്ചേഴ്സ് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു ബുള്ളിയൻ നോട്ട് എന്ന് പറയുമ്പോൾ റോസസ് ആയിരിക്കും മിക്കുള്ളവരും കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്. റോസസ് മാത്രമല്ലെങ്കിൽ പോലും പക്ഷേ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് 3 റോസ് മാത്രമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്പേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.